ഒത്തിരി സന്തോഷം. ഇത്രയും ഒരു ഗ്രാൻഡ് സെലിബ്രേഷൻ ആണ് ഇവിടെ ഓർഗനൈസ് ചെയ്തേക്കുന്നതെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ലിറ്ററലി ഞാൻ ഞെട്ടിപ്പോയി. ഇത്രയും ആളുകൾ, എനിക്ക് തോന്നുന്നു ആ ഒരു യൂണിറ്റി, ആ ഒരു സ്നേഹം, ആ ഒരു എനർജി, ഇത് എനിക്ക് തോന്നുന്നു നമ്മൾ വന്ന് ശരിക്കും ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. ഒത്തിരി സന്തോഷം. ആൻഡ് വിവോ X300ൻ്റെ സെലിബ്രേഷൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആൻഡ് കൊടുങ്ങല്ലൂർ എനിക്ക് ഇതിനു മുമ്പും വരാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് എംടെൽ മൊബൈൽസിൻ്റെ ഭാഗമായിട്ട്. അന്നും എനിക്ക് അത്രയും സ്നേഹമാണ് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത്. എന്നും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കാര്യമാണ്. വിവോ X300 ഫോൺ നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ യൂസ് ചെയ്യുന്നുണ്ടോ? ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഫോൺ. ഒത്തിരി ഫീച്ചേഴ്സ് ഉള്ളൊരു ഫോണാണ്. ക്യാമറയൊക്കെ വേറെ ലെവലാണ്. എനിക്ക് തോന്നുന്നു അങ്ങ് ദൂരെ ഇരിക്കുന്ന ആ ചേട്ടനെയും ചേച്ചിമാരെയൊക്കെ ഇവിടുന്ന് വളരെ പെർഫെക്റ്റ് ആയിട്ട് ക്ലാരിറ്റിയിൽ എടുക്കാൻ പറ്റും. അത്രയും നല്ല വിഷ്വൽസ് ആണ്. ആൻഡ് ബാറ്ററി ലൈഫ് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആണ്. നമുക്ക് 2-3 ദിവസമൊക്കെ ചാർജ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഫോണാണ്. ആൻഡ് അഫോർഡബിൾ ആണ്. എല്ലാ സാധാരണക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഫോണാണ്. അങ്ങനെ ഒത്തിരി അമേസിങ് ഫീച്ചേഴ്സ് ഉള്ള ഒരു ഫോണാണ്. ആൻഡ് എനിക്ക് തോന്നുന്നു ഡിസംബറിലാണ് ഫോൺ ലോഞ്ച് ചെയ്തേക്കുന്നത്. വിവോ 20 ഡേയ്സേ ആയിട്ടുള്ളൂ. ഇപ്പം എനിക്ക് തോന്നുന്നു വിവോ X300ൻ്റെ ഒരു കുതിപ്പ് നമുക്കൊക്കെ എന്താ പറയുക, ഭയങ്കര ഷോക്കിംഗ് ആയിട്ടുള്ള നമ്പേഴ്സാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. സുധീർ സാർ, വിവോ ഹെഡ്, അദ്ദേഹം ഇവിടെയുണ്ട്. ആൻഡ് എംടെൽ ഓണർ ഇവിടെയുണ്ട്. എല്ലാവിധ ആശംസകളും രണ്ടുപേർക്കും നേരുന്നു. ആൻഡ് വേറെ എന്താണ് ഇന്ന് സെലിബ്രേഷനായിട്ട് നമ്മൾ എന്താണ് കേക്ക് കട്ടിങ്ങോ എന്താ? ഈശ്വര, നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടോ പ്രോഗ്രാംസ് ഒക്കെ? ഓ, എനിക്ക് നിങ്ങളുടെ ആ എനർജി ലെവലും ആ മുഖത്തെ സന്തോഷമൊക്കെ കാണുമ്പോൾ അറിയാം വേറെ ലെവലായിരുന്നു ഇവിടുത്തെ പ്രോഗ്രാംസ് എന്നൊക്കെ. ഞാൻ ചെറുതായിട്ട് മിസ് ചെയ്തു. എനിക്ക് ഇപ്പോൾ എന്നാലും ഇവിടെ വരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം. 2025 അങ്ങനെ തീരാൻ പോവാണ്. 2026ലേക്ക് നമ്മൾ കയറുകയാണ്. 2025 വലിയ പരിക്കുകളില്ലാത്ത ഒരു വർഷമായിരുന്നു. കുഴപ്പമില്ല, തട്ടിമുട്ടിപ്പോയി. 2026 നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഒരു വർഷമാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. വേറെന്താണ്?